ബിജു തടിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പരിസരത്ത് സമീപ പ്രദേശങ്ങളിലുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവരെന്ത് പ്രായമുണ്ട്? ബിജുവിന് ഒരു 48-ൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. 45-48. ഇവിടെ തന്നെയുള്ള ആളാണ്. ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. നിങ്ങൾ ഈ ഇവിടുന്ന് ആളുകളെ മാറ്റിയ സമയത്ത് ബിജുവിനോട് മാറുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാടാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. അപ്പോൾ തറവാട്ടിലേക്ക് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞു. തറവാട്ടിലായിരുന്നു ആള്. ഈ സംഭവം നടക്കുന്ന തൊട്ട് മുമ്പാണ് തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. അപ്പോൾ 10:20-നാണ് സംഭവം അറിയുന്നത്. 10:20-ന് അവിടെ നിന്ന് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോഴാണ് അറിയുന്നത്. അടുത്ത കോള് വന്ന് ഇവിടെ മണ്ണിടിഞ്ഞു എന്ന്. വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ആരോടെങ്കിലും വീടിനകത്ത് നോക്കി? ഞാൻ വന്ന് നോക്കിയിരുന്നു. ഉണ്ടായിരുന്നു. സന്ധ്യ സംസാരിച്ചിരുന്നു. അല്ല 10:20. ഞാൻ തൊട്ടപ്പുറത്ത്. ഈ വാർഡിലെ മെമ്പറാ. നോട്ടീസ് ഇന്നലെ കൊടുത്തിരുന്നു. സംഭവമായിട്ട് നിങ്ങളിവിടെ വന്ന സമയത്ത് സന്ധ്യ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്? സന്ധ്യയാണ് കാണാൻ കഴിഞ്ഞുള്ളൂ. സന്ധ്യ കുഴപ്പമില്ലൊക്കെ ആയി പൊക്കി കാണിച്ചിരുന്നു. ബിജുവിനെ കാണാൻ പറ്റിയില്ല. വാർഡ് മെമ്പറായിട്ടുള്ള റസാഖാണ് നിലവിൽ നമ്മോട് സംസാരിച്ചത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ സമയം മുതൽ തന്നെ വന്നവരെല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്ധ്യയായിട്ട് വന്ന സമയത്ത് സംസാരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോഴും സന്ധ്യയുമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതേസമയം മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. അതായത് ബിജുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരങ്ങളും ലഭ്യമാകുന്നില്ല. ബിജുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ സമയത്തും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സന്ധ്യയെ പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടു കൂടി പുറത്തേക്ക് എടുക്കുക എന്നതാണ് ദൗത്യം. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും തരാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താകും എങ്ങനെയാകും എന്ന കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.